ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാ കിച്ചൺ. ഇന്നത്തെ സ്പെഷ്യൽ ലോബ്സ്റ്റർ ഗ്രേവിയാണ്. ഇനി വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമുക്കൊന്ന് ആ വീഡിയോയിലേക്ക് പോകാം. ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കത്തി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ചുറ്റുഭാഗത്തും കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുമ്പോഴത്തേക്കും അത് വിട്ടു പോകുന്നുള്ളൂ. ഇതേപോലെ നമുക്കിത് കിട്ടും. ഇനി നമുക്കിതിൻ്റെ ഈ ഭാഗവും കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ മേൽഭാഗവും അടിഭാഗവും ഒക്കെ ഇച്ചിരി കട്ടിയുള്ളതാണ്. ചില ലോബ്സ്റ്ററിൻ്റെയൊക്കെ ഈ അടിഭാഗം അധികം കട്ടി ഉണ്ടാവത്തില്ല. പിന്നെ അതുപോലെ തന്നെ തലയുടെ ഭാഗത്തും ഇത്രയും കട്ടി ഉണ്ടാവത്തില്ല. ഈ സൈഡ് ഭാഗമൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് കത്രി വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇത് എടുത്തപ്പോഴത്തേക്കും ഒരു നൂല് പോലത്തെ ഒരു ഭാഗം കണ്ടില്ലായിരുന്നോ? അത് ശരിക്കും നമുക്ക് നടുവേന്ന് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ആ നരമ്പ് പോലത്തെ സാധനം നമുക്ക് വേണ്ട, അത് കളയാനുള്ളതാണ്. ഇതേപോലെ നമുക്കിത് കിട്ടും. ഈ ഭാഗം കണ്ടോ, ഇതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ നമുക്ക് കളഞ്ഞേക്കാം. ഇനി നമുക്കിതിൻ്റെ നടുഭാഗത്തായിട്ട് ഒന്ന് വരണ്ട് കൊടുക്കാം. അതിൻ്റെ ഉള്ളൊരു ചെറിയൊരു നരമ്പ് പോലത്തെ ഉണ്ടാവും, അത് നമുക്ക് എടുത്ത് കളയാം. ഇതില്ലേ, ഇതിൻ്റെ പകുതി ഭാഗം ആദ്യം നമ്മൾ തോട് കട്ട് ചെയ്തെടുത്തില്ലേ, അപ്പോൾ തന്നെ പോയിട്ടുണ്ടായിരുന്നു. ബാലൻസ് ആണിത്. ഇത് 5 ലോബ്സ്റ്റർ ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നല്ലവണ്ണം വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം സവാള വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ലോബ്സ്റ്റർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വേവിക്കാനായിട്ട് നമുക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം. ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ലോബ്സ്റ്റർ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.